ഇന്നത്തെ നമ്മുടെ റെസിപ്പി തേൻ നെല്ലിക്കയാണ്. അപ്പോൾ നല്ല രുചികരമായിട്ടുള്ള തേൻ നെല്ലിക്ക എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. ഇതിനു വേണ്ടി 1/2 കിലോ നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത്. നെല്ലിക്ക എടുക്കുമ്പോൾ നല്ലപോലെ മൂത്ത നെല്ലിക്ക വേണം എടുക്കാൻ. മൂത്ത് കുറച്ചൊരു മഞ്ഞ കളറൊക്കെ വന്ന നെല്ലിക്ക വേണം എടുക്കാൻ. ഇതിന് വെള്ളം ഒഴിച്ച് ഒരു ദിവസം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം. ഒന്ന് സോഫ്റ്റായിട്ട് വരാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു ദിവസമായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഇനി നെല്ലിക്ക ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. ആറോ 7 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് വരും. കൂടുതൽ സമയം വേവിക്കരുത്, നെല്ലിക്ക പൊട്ടിപ്പോവും. ഇനി ഇത് തണുത്തതിന് ശേഷം ഒരു ഫോർക്ക് ഉപയോഗിച്ച് നിറയെ തുളയിട്ട് കൊടുക്കണം. ഇനി ഒരു പാത്രത്തിലേക്ക്, പാത്രം എടുക്കുമ്പോൾ ഇരുമ്പ് പാത്രവും അലുമിനിയം പാത്രവും എടുക്കരുത്. സ്റ്റീലോ നോൺ സ്റ്റിക്കോ ആയിട്ടുള്ള പാത്രം വേണം എടുക്കാൻ. ഇതിലേക്ക് 1/2 കിലോ പഞ്ചസാര, 150 ഗ്രാം ശർക്കര, 2 ഏലക്ക, 2 ഗ്രാമ്പു, ചെറിയൊരു കഷ്ണം പട്ട, 1/4 കപ്പ് വെള്ളം. ഇനി തീ ഓൺ ചെയ്യാം. തീ ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ. ഇതൊന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് നെല്ലിക്ക ഇട്ട് കൊടുക്കാം. ഇനി പഞ്ചസാരയൊക്കെ ഒന്ന് ഉരുക്കിയെടുക്കാം. തീ ലോ ഫ്ലെയിമിൽ തന്നെ വേണം വെക്കാൻ. ഇനി കുറച്ച് സമയം നെല്ലിക്ക പഞ്ചസാരപ്പാനിയിലിട്ട് കുറഞ്ഞ തീയിലിട്ട് വേവിച്ചുകൊണ്ടിരിക്കണം. പഞ്ചസാരപ്പാനി ഇതുപോലെ നൂൽ പരുവത്തിലാവുമ്പോൾ തീ ഓഫ് ചെയ്യാം. 20 മിനിറ്റാണ് ഞാനിത് വേവിച്ചത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങനീര് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് തണുത്തതിന് ശേഷം നനവില്ലാത്ത നല്ല വൃത്തിയുള്ള ഭരണിയിലോ കുപ്പിയിലോ ഇട്ട് നല്ല പോലെ അടച്ച് ഒരു 2 ആഴ്ച വരെ ഇങ്ങനെ വെക്കണം. ഇതിപ്പോൾ 14 ദിവസം കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത്. നെല്ലിക്ക നല്ല മധുരമൊക്കെ പിടിച്ച് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.